തിരുവനന്തപുരം മണ്ഡലത്തിൽ പ്രചാരണ മുനമാറ്റി കോൺഗ്രസ്. ഇടതുമുന്നണിയെ വിട്ട് എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെ തുറന്നുകാട്ടുന്ന തരത്തിൽ പ്രചാരണം ശക്തമാക്കാനാണ് തീരുമാനം. കുമ്മനം രാജശേഖരൻ വർഗീയ ധ്രുവീകരണം നടത്തുന്ന നേതാവാണെന്ന കെപിസിസി അധ്യക്ഷന്റെയും പ്രതിപക്ഷ നേതാവിന്റെയും പ്രസ്താവനകൾ ഇതിന്റെ ഭാഗമാണ്. തിരുവനന്തപുരത്ത് എൻഡിഎ സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരനെയാണ് കോൺഗ്രസ് മുഖ്യ എതിരാളിയായി കാണുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥി സി ദിവാകരൻ പിടിക്കുന്ന വോട്ടിനേക്കാൾ തരൂരിനെ ബാധിക്കുക കുമ്മനം രാജശേഖരൻ പിടിക്കുന്ന വോട്ടാണെന്നും കോൺഗ്രസ് വിലയിരുത്തുന്നു. തിരുവനന്തപുരത്ത് പ്രചാരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നതോടെ ശബരിമലയടക്കം ഹിന്ദുത്വ വികാരം ഇളക്കിയുള്ള പ്രചരണം ശക്തമാകാനുള്ള സാധ്യതയും കോൺഗ്രസ് മുന്നിൽ കാണുന്നു. വർഗീയ കലാപങ്ങളുമായി ബന്ധപ്പെട്ട കുമ്മനം രാജശേഖരന്റെ പൂർവ്വകാലം തിരഞ്ഞെടുപ്പ് ചർച്ചയാക്കണമെന്ന് ഇന്നലെ ചേർന്ന മണ്ഡലം അവലോകന യോഗത്തിൽ കെപിസിസി അധ്യക്ഷൻ നിർദ്ദേശിച്ചു. പാവം പോലെ അഭിനയിക്കുന്ന കുമ്മനം രാജശേഖരന്റെ വർഗീയ മുഖം തുറന്നു കാട്ടണമെന്നാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. സ്വാത്വിക മുഖത്തോടെ ബിജെപി അവതരിപ്പിക്കുന്ന കുമ്മനത്തിന്റെ പൂർവ്വകാല പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ചർച്ചയാക്കും. ഒരിക്കലും ശുദ്ധ രാഷ്ട്രീയത്തിന്റെ മുൻപന്തിയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം സാമൂഹ്യ പ്രവർത്തന രംഗത്തും അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല. അദ്ദേഹം ഈ രാജ്യത്തുണ്ടായത് ഹിന്ദു ധ്രുവീകരണ രാഷ്ട്രീയത്തിന് മുൻപന്തിയിലാണ്. കഴിഞ്ഞ തവണ ഒ രാജഗോപാൽ ലഭിച്ച ബിജെപി ഇതര വോട്ടുകൾ കുമ്മനത്തിന് ലഭിക്കാനുള്ള സാധ്യത തടയുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. നരേന്ദ്രമോദി മുതൽ കുമ്മനം രാജശേഖരൻ വരെയുള്ള ആളുകൾ ഒരേ അച്ചിൽ വാർത്തിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒ രാജഗോപാലിനെ പോലെയല്ല കുമ്മനം തികഞ്ഞ വർഗീയവാദിയാണെന്ന തരത്തിലാവും താഴെത്തട്ടിൽ പ്രചരണം നടത്തുക. ഇതിലൂടെ മതന്യൂനപക്ഷങ്ങൾക്കൊപ്പം മതേതര ഹിന്ദു വോട്ടുകളും അനുകൂലമാക്കാമെന്ന് കോൺഗ്രസ് കണക്കുകൂട്ടുന്നു. ആർ കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18.